أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فقلنا اضربوه ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറയിലെ 74-ാം ആയത്തിൻ്റെ പാരായണമാണ് കേട്ടത്. അർത്ഥം ഇപ്രകാരമാകുന്നു: അപ്പോൾ നാം പറഞ്ഞു, ഈ സംഭവത്തെ ഇതുപോലുള്ള മറ്റു ചില സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തി നോക്കുക. ഇപ്രകാരം അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുകയും നിങ്ങൾക്ക് തൻ്റെ അടയാളങ്ങളെ കാണിച്ചു തരികയും ചെയ്യുന്നു, നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടി. ഈ ആയത്തിലെ ഫഖുൽന ദ്രിബൂഹു ബിബഅദിഹ വരെയുള്ള തഫ്സീർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അടുത്തതായി കദാലിക യുഹ്യില്ലാഹുൽ മൗത എന്നതിലെ ഇഹ്യായി മൗത, അതായത് മരിച്ചതിനെ ജീവിപ്പിക്കുന്നു എന്നതിൻ്റെ വിശദീകരണം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് ഖലീഫത്ത് മസീഹ് സാനി പറയുന്നു, കദാലിക യുഹ്യില്ലാഹുൽ മൗത എന്നുള്ളതിന് രണ്ട് അർത്ഥങ്ങളാണ് നൽകാവുന്നത്. ഒന്ന്, അള്ളാഹു വാസ്തവത്തിൽ മരിച്ചവരെ ഈ ദുനിയാവിൽ തന്നെ വീണ്ടും ജീവിപ്പിക്കുന്നു എന്നാണ്. പക്ഷേ ഇവിടെ ഈ അർത്ഥം നമുക്ക് നൽകാൻ സാധിക്കുന്നതല്ല. കാരണം ഈ അർത്ഥം, അതായത് അള്ളാഹു വാസ്തവത്തിൽ ഈ ദുനിയാവിൽ മരിച്ചവരെ ഈ ദുനിയാവിൽ തന്നെ ജീവിപ്പിക്കുന്നു എന്നത് ഖുറാനിലെ മറ്റ് ആയത്തുകളുമായി കോൺട്രഡിക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഒരർത്ഥമാണ്. അല്ലെങ്കിൽ മറ്റ് ആയത്തുകളുടെ അർത്ഥങ്ങളുടെ എതിരായിട്ടാണ് വരുന്നത്. കാരണം ഖുറാനിലെ മറ്റ് സ്ഥലങ്ങളിൽ അള്ളാഹു പറയുന്നു, മരിച്ചവർ ഈ ദുനിയാവിൽ തന്നെ വീണ്ടും ജീവിപ്പിക്കപ്പെടുന്നതല്ല എന്ന്. അതുകൊണ്ട് ഈ അർത്ഥം, അതായത് മരിച്ചവർ ഈ ലോകത്ത് തന്നെ ജീവിപ്പിക്കപ്പെടുന്നു എന്ന അർത്ഥം ഇവിടെ നമുക്ക് നൽകാൻ സാധിക്കുന്നില്ല. ഇനി ഇഹ്യായ മൗത്ത എന്നതിൻ്റെ മറ്റൊരർത്ഥം നോക്കാം. ഹുസൂർ പറയുന്നു, അള്ളാഹു മരിച്ചവരെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം മരിച്ചതിന് തുല്യമായിട്ടുള്ളവരെ അള്ളാഹു ജീവിപ്പിക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ മരിച്ചവരുടെ ഇസ്സത്ത് കാത്തു സൂക്ഷിക്കുന്നു എന്നാണ്. ഈ അർത്ഥങ്ങൾക്ക് തെളിവായി, അതായത് ഈ മേലെ പറഞ്ഞ അർത്ഥങ്ങൾക്ക് തെളിവായിക്കൊണ്ട് ഹുസൂർ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന ആയത്താണ് സമർപ്പിക്കുന്നത്. അതായത് ബുദ്ധിജീവികളെ, നിങ്ങൾക്ക് ഖിസാസിൽ തുല്യമായ പ്രതികാര നിയമത്തിൽ ജീവിതമുണ്ട് എന്ന് പറയുന്നു. അഥവാ നിങ്ങൾ ശരിയായ സന്ദർഭത്തിലോ ഉചിത സമയത്തിലോ കൊലയാളിക്ക് ശിക്ഷ നൽകുകയാണെങ്കിൽ മുന്നോട്ട് കൊലപാതകം പോലുള്ള മഹാപാപങ്ങളെ തടയാവുന്നതാണ്. അങ്ങനെ പിന്നെ ജനങ്ങൾ ശിക്ഷ മുഖേന, കൊലയാളിക്ക് കൊടുത്ത ശിക്ഷ മുഖേന കൊലയാളിയിൽ നിന്ന് രക്ഷപ്പെടുന്നതായിരിക്കും. ഇതിൻ്റെ മറ്റൊരർത്ഥം ഇപ്രകാരം വിവരിക്കുന്നുണ്ട്: ശിക്ഷാ നടപടിയിലൂടെ മരിച്ചവരുടെ ഇസ്സത്തും സംരക്ഷിക്കപ്പെടുന്നു. മാത്രമല്ല, കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുമിത്രാദികളുടെ മനസ്സിലും പകയും വിദ്വേഷവും ശിക്ഷാ മുഖേന മാറുന്നതായിരിക്കും എന്ന്. നേരത്തെ വിവരിച്ചതുപോലെ ഇഹ്യായി മൗത്ത കൊണ്ട് മരിച്ചതിന് തുല്യമായവരെ ജീവിപ്പിക്കുന്നു എന്ന് പറഞ്ഞതിന് തെളിവായിക്കൊണ്ട് ഹുസൂർ പറയുന്നു, സാധാരണ സംസാരത്തിൽ നമ്മൾ ഒന്നിനെ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്താറുണ്ട്. ഉദാഹരണത്തിന് പല ഭാഷകളിലും പറയാറുണ്ട്. ഉറുദുവിൽ പറയുന്നത് ഹൈ മേ മർ ഗയ എന്ന് പറയാറുണ്ട്. അതായത് ഏതെങ്കിലും ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഹൈ മേ മർ ഗയ എന്ന് പറയാറുണ്ട്. അയ്യോ ഞാൻ മരിച്ചുവേ എന്ന് പറയാറുണ്ട്. ഇതിൻ്റെ അർത്ഥം ഞാൻ മരിച്ചവനെ പോലെയായി എന്നാണ്. ഏൽക്കപ്പെട്ട വിപത്ത് അല്ലെങ്കിൽ വേദന എത്രമാത്രമായിരുന്നു എന്നാൽ
ഞാൻ മരിച്ചതിന് തുല്യനായി എന്നാണ്. അടുത്തതായി വയുരീക്കും ആയാതിഹി ലഅല്ലക്കും താഖിലൂൻ, അർത്ഥം നിങ്ങൾക്ക് തൻ്റെ അടയാളങ്ങളെ കാണിച്ചു തരുന്നു നിങ്ങൾ ചിന്തിച്ച് ഗ്രഹിക്കുന്നതിന് വേണ്ടി. ഇതിൻ്റെ തഫ്സീർ വിവരിച്ചുകൊണ്ട് ഹുസൂർ പറയുന്നു, താഖിലൂൻ അതായത് അക്കൽ. ഈ അക്കൽ എന്ന പദത്തിൻ്റെ അർത്ഥം ബാന്ധന, റോക്ന അല്ലെങ്കിൽ റുഖ്ന, അതായത് കെട്ടിവെക്കുക അല്ലെങ്കിൽ അകന്ന് നിർത്തുക അല്ലെങ്കിൽ അകന്ന് നിൽക്കുക എന്നാണ്. പറയുന്നു അക്കൽ കി കുവ്വത്ത് കോ അക്കൽ ഇസിലിയെ കഹത്തെ ഹെ, അതായത് ഈ ബുദ്ധിശക്തിയെ, ബുദ്ധിയെ ബുദ്ധി എന്ന് വിളിക്കുന്നതിന് കാരണം അത് നമ്മെ തെറ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഒരു തെറ്റും ചെയ്യാത്തതുപോലെ നമ്മളെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ കെട്ടിവെച്ച് നിർത്തുന്നു. നമ്മളെ തെറ്റ് ചെയ്യാത്തതുപോലെ കെട്ടിവെച്ച് നിർത്തുന്നു. അതുകൊണ്ടാണ് ഈ അക്കലിനെ അക്കൽ എന്ന് പറയുന്നത്. തുടർന്ന് ഹുസൂർ പറയുന്നു, ആയത്തിലെ ഈ ഭാഗം കൊണ്ട്, അതായത് ഈ അവസാനത്തെ ഈ വയുരീക്കും ആയാതിഹി ലഅല്ലക്കും താഖിലൂൻ എന്ന ഈ ഭാഗം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആയത്തിൽ വിവരിച്ച സംഭവം ഒരു അടയാളമാണ് എന്നാണ്. ബുദ്ധിയുള്ളവർക്കുള്ള ഒരു അടയാളമാണ്. ആ അടയാളം മുഖേന അവർ, അതായത് ബുദ്ധിജീവികൾ, പാഠം കൈക്കൊണ്ട് പാപത്തിൽ നിന്നും കളവിൽ നിന്നും അകന്ന് നിൽക്കുന്നു എന്നാണ്. ബാക്കി ഇൻഷാ അല്ലാഹു തആല അടുത്ത ക്ലാസ്സിൽ വിവരിക്കുന്നതാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.